Hello, Assalamu alaikum wa rahmatullah. Welcome back to my channel. Let's learn together. കൈഫൽ ഹാൽ? എല്ലാവർക്കും സുഖമല്ലേ? ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? എല്ലാവരും നന്നായി പഠിക്കണേ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ എവിടെ വരെ പഠിച്ചെത്തി? അങ്ങനെ അസദും ഖറൂഫും കൂടെ ഖറൂഫിൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണല്ലേ. നമുക്ക് നോക്കാം അവർ വീട്ടിലെത്തിയിട്ട് ആരൊക്കെയാണ് വീട്ടിലുള്ളതെന്നും വീട്ടിലുള്ളവർ എന്തു പറഞ്ഞു എന്നും. അങ്ങനെ അസദും ഖറൂഫും കൂടെ ഖറൂഫിൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പോകുന്ന വഴിയിൽ വച്ച് പെട്ടെന്ന് ഖറൂഫിൻ്റെ ഉപ്പയെ കണ്ടു. അപ്പോൾ എന്താണ് വിളിച്ചത്? അബീ അബീ. എൻ്റെ കൂടെ വായിച്ചേ, അബീ അബീ. അന്നേരം ഉപ്പ എന്തു പറഞ്ഞു? യാ ബുനയ്യ, യാ ബുനയ്യ. നിങ്ങളെ ഉപ്പൊക്കെ സ്നേഹത്തോടെ നിങ്ങളെ എന്താണ് വിളിക്കാറുള്ളത്? എൻ്റെ മകനേ. അതേപോലെ തന്നെയാണ് ഇവിടെ ഖറൂഫിൻ്റെ ഉപ്പയും ഖറൂഫിനെ കണ്ടപ്പോൾ വിളിച്ചത്. യാ ബുനയ്യ, എൻ്റെ മകനേ. ഉപ്പ ആകെ വിഷമിച്ചിട്ടുണ്ടാകുമല്ലേ ഖറൂഫിനെ കാണാതെ. അപ്പോഴാണ് ഉപ്പ ശ്രദ്ധിച്ചത്, ഖറൂഫ് ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ ആരോ ഉണ്ട്. അന്നേരം തന്നെ ഉപ്പ ചോദിച്ചു, മൻ ഹാദ, മൻ ഹാദ. ഒന്ന് വായിച്ചേ, മൻ ഹാദ. ആരാണിത്? അന്നേരം ഖറൂഫ് എന്താണ് പറയുന്നത്? ഹാദ അസദുൻ, ഹാദ അസദുൻ, ഹാദ സ്വദീഖി അസദുൻ. ഇതെൻ്റെ കൂട്ടുകാരനായ അസദാണ്. അന്നേരം ഉപ്പ എന്താണ് പറയുന്നത്? തആൽ. നമ്മൾ എന്തായിരുന്നു തആൽ എന്ന വാക്കിൻ്റെ അർത്ഥം പഠിച്ചത്? ഈ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? തആൽ. അപ്പോൾ തആലിൻ്റെ അർത്ഥം എന്തായിരുന്നു? വരൂ, വരൂ എന്നാണ് ആര് പറയുന്നത്? ഖറൂഫിൻ്റെ ഉപ്പ അസദിനെ ക്ഷണിക്കുകയാണ്. എവിടേക്ക്? അവരുടെ വീട്ടിലേക്ക്. അങ്ങനെ അവർ 3 പേരും കൂടെ ഖറൂഫിൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അന്നേരം ആരാണ് വീട്ടിൻ്റെ മുൻപിലുള്ളത്? സാധാരണ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ നമ്മൾ വരുന്നതും കാത്ത് ആരാണ് ഉണ്ടാകാറ്? നമ്മുടെ ഉമ്മയുണ്ടാകുമല്ലേ. അപ്പോൾ ഖറൂഫ് ഉമ്മയെ കണ്ട സന്തോഷത്തിൽ തുള്ളിച്ചാടി ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, ഉമ്മീ ഉമ്മീ. ഖറൂഫിന് സന്തോഷമായി ഉമ്മയെ കണ്ടപ്പോൾ. അന്നേരം ഉമ്മ എന്താണ് പറയുന്നത്? അൽഹംദുലില്ലാ. ഉമ്മ മകനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെയല്ലേ, നമ്മൾ ഒരു ദിവസം സ്കൂള് വിട്ട് വരാൻ കുറച്ചൊന്ന് വൈകിയാൽ നമ്മുടെ ഉമ്മ ഭയന്നു പോകില്ലേ? അതുപോലെ തന്നെ ഖറൂഫിനെ കാണാതെ ഖറൂഫിൻ്റെ ഉമ്മയും ഭയന്നിരുന്നു. അതുകൊണ്ടാണ് ഖറൂഫിനെ കണ്ട പാടെ ഉമ്മ എന്തു പറഞ്ഞത്? അൽഹംദുലില്ലാ. എൻ്റെ കൂടെ പറഞ്ഞേ, അൽഹംദുലില്ലാ. അല്ലാഹ്ക്കാണ് സ്തുതി. കാരണം മകൻ സേഫായി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടല്ലേ. അന്നേരമാണ് ഉമ്മയും ശ്രദ്ധിച്ചത്, ഖറൂഫ് ഒറ്റയ്ക്കല്ല തിരിച്ചു വന്നത്, അവൻ്റെ കൂടെ ആരോ ഉണ്ട്. ഉമ്മയെ കണ്ട പാടെ അസദുൻ എന്താണ് പറയുന്നത്? സ്വബാഹൽ ഖൈർ. അപ്പോൾ ഉമ്മ എന്താണ് മറുപടി നൽകിയത്? സ്വബാഹുൻ നൂർ. സ്വബാഹുൽ ഖൈർ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ രാവിലെ എണീറ്റ് ഒരാളെ കണ്ടാൽ എന്താണ് സാധാരണ പറയുക? ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ഗുഡ് മോർണിംഗ്. അതേപോലെ തന്നെ നമ്മൾ അറബിയിൽ പറയുന്നതാണ് സ്വബാഹുൽ ഖൈരി. അപ്പോൾ കേട്ടയാൾ മറുപടി പറയൽ എന്താണ്? സ്വബാഹൻ നൂറി. ഓക്കെ, ഒന്ന് വായിച്ചേ. സ്വബാഹുൽ ഖൈരി. എനിക്ക് നിങ്ങൾ റിപ്ലൈ തരൂ. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുക? ഞാൻ നിങ്ങളോട് സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തിരിച്ചെന്താണ് പറയുക? വെരി ഗുഡ്, സ്വബാഹുൻ നൂരി. അപ്പോൾ ഉമ്മ എന്ത് പറഞ്ഞു? സ്വബാഹുൻ നൂരി. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയി ടീച്ചേഴ്സിനോട് നമ്മൾ എന്താണ് പറയാറ്? ഗുഡ് മോർണിംഗ്. അപ്പോൾ ടീച്ചേഴ്സും നമ്മളോട് തിരിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറയില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എല്ലാവരും ഇതൊന്ന് 2 തവണ പറഞ്ഞു നോക്കിക്കേ. ഇനി നമുക്ക് അറബിയിൽ കൂടി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു പഠിക്കാം. ഇനി സ്കൂളിൽ പോയി നിങ്ങളുടെ അറബിക് ടീച്ചറോട് നിങ്ങൾ എന്ത് പറയും? സബാഹുൽ ഖൈരി, സബാഹുൻ നൂരി. ഇനി നിങ്ങൾ പരസ്പരം അങ്ങനെ ഒന്ന് പറഞ്ഞ് പഠിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ വാക്ക് ഒരിക്കലും മറക്കില്ല. സ്വബാഹുൽ ഖൈരി, സ്വബാഹുൻ നൂരി. പിന്നെയോ, അപ്പോൾ ഉമ്മ എന്താണ് ചെയ്തത്?
അഹ്ലൻ അഹ്ലൻ. അഹ്ലൻ അഹ്ലൻ എന്ന് വെച്ചാൽ വെൽക്കം വെൽക്കം. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ നമ്മൾ എന്താണ് പറയാറ്? വരൂ, കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സ്വീകരിച്ചിരുത്തും അല്ലേ? അങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി അറബിയിൽ പറയുന്ന പദമാണ് അഹ്ലൻ അഹ്ലൻ, അതായത് വെൽക്കം. ഉമ്മ അസദിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തുകയാണ്. അവരുടെ വീട്ടിലേക്ക് വന്ന പുതിയ അതിഥിയല്ലേ. അങ്ങനെ അസദ് വീട്ടിലേക്ക് വന്നപ്പോൾ ഖറൂഫിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും അസദിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആദ്യം ആരെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? ഹാദ അഹി. അഹുൻ ആരാണ്? ബ്രദർ. ഹാദ അഹി, ഇതെൻ്റെ സഹോദരനാണ്. അഹുൻ ആരാണ്? ബ്രദർ. നിങ്ങൾക്ക് സഹോദരനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി പറഞ്ഞേ, അഹുൻ എന്ന് പറഞ്ഞേ സഹോദരനെ നോക്കിയിട്ട്. അങ്ങനെ സഹോദരനെ പരിചയപ്പെടുത്തി കഴിഞ്ഞ് അടുത്തത് ആരെയാണ് പരിചയപ്പെടുത്തുന്നത്? ഹാദിഹി ഉഖ്തി. ഉഖ്തുൻ ആരാണ്? സിസ്റ്റർ. ഹാദിഹി ഉഖ്തി, ദിസ് ഇസ് മൈ സിസ്റ്റർ, ഇതെൻ്റെ സഹോദരിയാണ്. നിങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരെ നോക്കി ഒന്ന് പറഞ്ഞേ, ഹാദിഹി ഉഖ്തി, ദിസ് ഈസ് മൈ സിസ്റ്റർ. അപ്പോൾ ഖറൂഫിന് ആരൊക്കെയുണ്ട്? അഹുൻ, ബ്രദർ, ഉഖ്തുൻ, സിസ്റ്റർ. 2 പേരുണ്ടല്ലേ? അഹുനുണ്ട്, ഉഖ്തുനുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്ന് നമ്മൾ സൽക്കരിച്ചിരുത്തി എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യാറ്? അവർക്ക് നല്ല ഭക്ഷണം നൽകും അല്ലേ? അപ്പോൾ ഇവിടെ അസദിന് എന്താണ് ഖറൂഫിൻ്റെ കുടുംബക്കാർ നൽകുന്നത്? അബുൻ, ഉമ്മുൻ, ഉഖ്തുൻ എന്തൊക്കെയോ നൽകുന്നുണ്ടല്ലേ? അബുൻ എന്താണ് നൽകുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഹാദ പപ്പായ. ഹാദ ബബ്ബായ. എന്താണ് ഖറൂഫിൻ്റെ ഉപ്പ നൽകിയത്? ഹാദ ബബ്ബായ. പപ്പായ എന്ന് വെച്ചാൽ എന്താണ്? ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ? ഉപ്പ എന്താണ് നൽകിയത്? പപ്പായ നൽകിയല്ലേ? പിന്നെ ഉമ്മ എന്താണ് കൊടുക്കുന്നത്? ഹാദ അനാനാസുൻ. അനാനാസുൻ എന്താണ്? ഉമ്മയുടെ കയ്യിൽ എന്താണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. പൈനാപ്പിൾ ആണല്ലേ ഉമ്മയുടെ കയ്യിൽ? ഉമ്മ പൈനാപ്പിൾ നൽകി. പിന്നെ ഉഖ്തുൻ എന്തോ പറയുന്നുണ്ട്. ഹാദ തമ്രുൻ. ആ പാത്രത്തിൽ എന്താണുള്ളത്? ആ ചെറിയ ബൗളിൽ, ടേബിളിൽ വെച്ച ബൗളിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? കാരക്കയാണല്ലേ? തമ്രുൻ എന്ന് വെച്ചാൽ കാരക്ക. അപ്പോൾ ഉഖ്ത് കാരക്കയാണ് നൽകുന്നത്. ഉപ്പ പപ്പായ നൽകി, ഉമ്മ പൈനാപ്പിൾ, ഉഖ്തുൻ തമ്രുൻ. തമ്രുൻ എന്താണ്? ഡേറ്റ്സ്. അവരെല്ലാവരും വീട്ടിലേക്ക് വന്ന അതിഥിക്ക് നന്നായി ഭക്ഷണം നൽകുന്നുണ്ടല്ലേ? തമ്രുൻ, ഡേറ്റ്സ്, പപ്പായ, പപ്പായ തന്നെ, അനാനാസുൻ, പൈനാപ്പിൾ. ഓക്കെ, ഇനി നിങ്ങളെല്ലാവരും ഒന്നുകൂടി എൻ്റെ കൂടെ വായിച്ചേ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒന്നാമത്തേത് തമ്രുൻ, 2 പപ്പായ, 3 അനാനാസുൻ. ഓക്കെ, തമ്രുൻ എന്തായിരുന്നു? ഡേറ്റ്സ്. പപ്പായ, പപ്പായ. അനാനാസുൻ, പൈനാപ്പിൾ. അപ്പോൾ നമ്മൾ എത്ര ഫ്രൂട്ട്സിൻ്റെ പേര് പഠിച്ചു? ആദ്യം നമ്മൾ ഏതായിരുന്നു പഠിച്ചത്? തുഫാഹുൻ. തുഫാഹുൻ ആപ്പിൾ. പിന്നെയോ റുമ്മാനുൻ പോമഗ്രനേറ്റ്. ഇനിയിപ്പോൾ മൂന്നാമത്തത് തമ്രുൻ ഡേറ്റ്സ്. 4 പപ്പായ, പപ്പായ. 5 അനാനാസുൻ പൈനാപ്പിൾ. ഇത്രയും ഫ്രൂട്ട്സിൻ്റെ പേര് പഠിച്ചല്ലേ? അങ്ങനെ അസദുൻ വീട്ടിലേക്ക് വന്നു, ഖറൂഫിൻ്റെ കുടുംബക്കാരെയൊക്കെ പരിചയപ്പെട്ടു, ഭക്ഷണം ഒക്കെ കഴിച്ച് പിരിഞ്ഞു പോകാനല്ലേ? നമ്മൾ ഒരു വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് പിരിഞ്ഞു പോകുമ്പോഴോ ഒക്കെ നമ്മൾ എന്താണ് നമ്മുടെ കൂട്ടുകാരോട് പറയാറ്? നമ്മളൊരാളെ കാണുമ്പോഴും പിരിയുമ്പോഴൊക്കെ നമ്മൾ സലാം പറഞ്ഞുകൊണ്ടാണല്ലേ തുടങ്ങാറ്. അതുപോലെ അസദ് വളരെ സന്തോഷവാനായി തിരിച്ചു പോകുമ്പോൾ എന്താണ് പറയുന്നത്? മഅസ്സലാമ. ഓക്കെ, ബായ് എന്ന് നമ്മൾ പറയില്ലേ? ബായ് പറഞ്ഞ് അസദ് പിരിയുകയാണ്. അപ്പോൾ ഉമ്മ എന്താണ് പറയുന്നത്? ഉമ്മ മാത്രമല്ല, ഖറൂഫിൻ്റെ കുടുംബം മുഴുവൻ എന്താണ് പറയുന്നത്? ഇലല്ലിഖാ, സീ യു. ഓക്കെ, ബായ് പറയുമ്പോൾ സീ യു. അസദും ഖറൂഫിൻ്റെ കുടുംബവും വളരെ സന്തോഷത്തിലാണല്ലേ? ഇങ്ങനെ ഒരു ഖറൂഫിൻ്റെ കൂട്ടുകാരനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും അവന് നല്ല ഭക്ഷണം നൽകാൻ കഴിഞ്ഞതിലുമൊക്കെ
ഖറൂഫിൻ്റെ കുടുംബക്കാർ നല്ല സന്തോഷത്തിലാണല്ലേ? അതേപോലെ അസദും വളരെ ഹാപ്പിയാണ് ഖറൂഫിൻ്റെ കുടുംബത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ഇനി ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? അബുൻ, ഉമ്മുൻ, ഉഖ്തുൻ, അഹുൻ. ഇനി നിങ്ങളൊന്ന് ഓരോ ചിത്രത്തിലുള്ളവരെയും അതിന് നേരെയുള്ള വാക്കുകളിലേക്കൊന്ന് വരച്ചു ചേർത്തേ. ഇതിലേതാണ് അഹുൻ? ഉഖ്തിൻ്റെ തൊട്ടടുത്തുള്ളത്. ഇനി ഉമ്മുൻ ഏതാണ്? ഉമ്മുൻ ഏതാണെന്ന് നമുക്ക് സംശയമുണ്ടാകില്ലല്ലേ? ഇനി ഉമ്മിലേക്കൊന്ന് വരച്ചു ചേർത്തേ. പിന്നെയോ? പിന്നെ അബുൻ. ഇനി അബിലേക്കൊന്ന് വരച്ചേ. അങ്ങനെ 4 പേരെയും അവരവരുടെ 4 വാക്കുകളിലേക്കും നിങ്ങളൊന്ന് മാച്ച് ചെയ്യണം കേട്ടല്ലോ. ഇതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ? കാരണം നമ്മളെ വീട്ടിലുള്ളവരൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി ആരും ഈ വാക്കുകൾ മറന്നു പോകരുതേ. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? അബുൻ, ഉമ്മുൻ, അഹുൻ, ഉഖ്തുൻ. നിങ്ങളുടെ വീട്ടിലും ഇവരൊക്കെ ഉണ്ടാകില്ലേ? ഇനി ഇവരൊക്കെ നമുക്ക് അറബിയിൽ പേര് പറഞ്ഞു പഠിക്കണം കേട്ടല്ലോ. ഇനി ഇവിടെ കാണുന്ന ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ചിത്രം എന്താണ്? ബൈത്തുൻ. ബൈത്തുൻ വീട്. തംറുൻ ഡേറ്റ്സ്. അനാനാസുൻ പൈനാപ്പിൾ. ബുൽബുലുൻ കുരുവി അല്ലേ? ഇനി ഇത്രയും വസ്തുക്കളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഈ വാക്കുകളൊക്കെ ഏതക്ഷരത്തിലാണെന്ന് തുടങ്ങുന്നതെന്ന് എഴുതി നോക്കിക്കേ. സ്വന്തമായി ചെയ്യണം കേട്ടല്ലോ. ഫസ്റ്റത്തത് ബൈത്തുൻ. ബാ ഫതഹ ബൈത്തുൻ. താ ഫതഹ തംറുൻ. അലിഫ് അംസ ഫതഹ അനാനാസുൻ. ബാ ലൊമ്മ ബുൽബുലുൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി എല്ലാവരും സ്വയം ഒന്ന് എഴുതി നോക്കണം കേട്ടല്ലോ. നിങ്ങൾക്കിതൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണ്ടേ? അതിനുവേണ്ടി എല്ലാവരും സ്വയം നോട്ട്ബുക്കിലേക്കൊന്ന് എഴുതി നോക്കണം. കൂടാതെ ഈ വാക്കുകളൊക്കെ പഠിക്കണം, അർത്ഥമറിഞ്ഞ് പഠിക്കണം. ഇനിയോ? ഇനി ഈ ചിത്രത്തിൽ ഏതൊക്കെയാണ് കാണുന്നത്? ഒന്നാമത്തേത് പോണ്ടാണല്ലേ? പോണ്ട്. ബിർക്കത്തുൻ പോണ്ട്. റുമ്മാനുൻ പോമഗ്രനേറ്റ്. പപ്പായ പപ്പായ. തുഫാഹുൻ ആപ്പിൾ. ഈ 4 വാക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഓരോ വാക്കും ഏതക്ഷരത്തിലാണ് തുടങ്ങുന്നത് എന്നൊന്ന് എഴുതി നോക്കിക്കേ. നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് എഴുതി നോക്കിക്കേ. എല്ലാ അക്ഷരങ്ങളും നമ്മൾ പഠിച്ചതല്ലേ? ഓരോ അക്ഷരങ്ങളും കണ്ടോ? ബാ കെസറ ബിർക്കത്തുൻ. റാ ദൊമ്മ റുമ്മാനുൻ. ബാ ഫതഹ പപ്പായ. തൂ ദൊമ്മ തുഫാഹുൻ. ഇത്ര വാക്കുകളും അതിൻ്റെ അക്ഷരങ്ങളും ഏതാണെന്ന് കൃത്യമായി മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഈ വാക്കുകളൊക്കെ കാണാതെ ടെക്സ്റ്റിൽ നോക്കാതെ ഒന്ന് സ്വയം നോട്ടിലേക്ക് എഴുതി നോക്കിക്കേ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ഈ വാക്കുകളെല്ലാം നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചു പോയതാണ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായി വീഡിയോ കണ്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി ഈ ചിത്രത്തിൽ ആരൊക്കെയാണ്? ഉഖ്തുൻ, അഹുൻ, അബുൻ, ഉമ്മുൻ. അവർ 4 പേരുമാണല്ലേ? നിങ്ങളൊന്ന് വരച്ചു ചേർത്തേ. ഓരോ അംഗങ്ങളുടെയും അറബിയിലുള്ള പേരൊന്ന് വരച്ചു ചേർത്തേ. ശരി, ഉത്തരം ഇതാ. ചിത്രത്തിലുള്ള ഓരോരുത്തരുടെയും പേരെന്താണെന്ന് നോക്കിക്കേ. അബുൻ ഉപ്പ, ഉമ്മുൻ ഉമ്മ, അഹുൻ ബ്രദർ, ഉഖ്തുൻ സിസ്റ്റർ. ഇപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചല്ലേ? എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കണം. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ അവസാന ഭാഗമായ കവിതയൊന്ന് പാടി നോക്കിയാലോ? ആദ്യം ഞാൻ പാടുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, പിന്നെ എൻ്റെ കൂടെ പാടണം കേട്ടല്ലോ. ബൈതുന ഇസുന അഹ്ലഹു ഫഖ്റുന വലന വാലിദുൻ ഖായിദുൻ അഹ്ലന. എൻ്റെ കൂടെ പാടിക്കേ. ബൈതുന ഇസുന അഹ്ലഹു ഫഖ്റുന വലന വാലിദുൻ ഖായിദുൻ അഹ്ലന.
ഇനി അടുത്ത വരി നോക്കിക്കേ. ഉമ്മുന ഐനുന തഹ്ഫളു ഷഅനന വബിഹി ഇഖ്വത്തുൻ ഖുവ്വത്തു ദാരിന. ഇനി നമുക്ക് ഒരുമിച്ച് പാടി നോക്കാം. രണ്ടാമത്തെ ഭാഗമാണ്. ഉമ്മുന ഐനുന തഹ്ഫളു ഷഅനന വബിഹി ഇഖ്വത്തുൻ ഖുവ്വത്തു ദാരിന. ഇനി അവസാന ഭാഗം ഒന്ന് പാടി നോക്കിയാലോ. ഉഖ്തുന നൈറ മൻവറു ബൈതിന ബൈതുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന. ഇനി അവസാന ഭാഗം ഒന്ന് എൻ്റെ കൂടെ പാടിക്കേ. ഉഖ്തുന നൈറ മൻവറു ബൈതിന ബൈതുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന. ഇനി ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഒരുമിച്ച് പാടി നോക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ബൈതുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന വലന വാലിദുൻ ഖായിദുൻ അഹ്ലന ഉമ്മുന ഐനുന തഹ്ഫളു ഷഅനന വബിഹി ഇഖ്വത്തുൻ ഖുവ്വത്തു ദാരിന ഉഖ്തുന നൈറ മൻവറു ബൈതിന ബൈതുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന. എല്ലാവരും പാടി നോക്കിയില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കവിത ഇഷ്ടപ്പെട്ടോ? ഈ കവിത നമുക്ക് പാടി പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ എല്ലാവരും നന്നായി ഈ കവിത പാടി പഠിച്ച് നിങ്ങളുടെ കൂട്ടുകാർക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കേൾപ്പിച്ചു കൊടുക്കണം. ഇതോടെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് സെക്കൻഡ് യൂണിറ്റ് തുടങ്ങാം. അതുവരേക്കും എല്ലാവരും ഇതുവരെ എടുത്ത ഭാഗങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്. ഓക്കെ, ബൈ. മഅസ്സലാമ.